ഉമ്മ ഉണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പൊന്നാന സിറാജുദ്ദീൻ ഉസ്താദിനോട് മറ്റുള്ള ഉസ്താദുമാരോട് എനിക്ക് പറയാനുള്ളത്, ഉസ്താദെ, ഈ പെണ്ണുങ്ങളെ കാര്യം മാത്രം നിങ്ങൾ പറയുമ്പോൾ നല്ല പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പറയണം. സിറാജുദ്ദീൻ ഉസ്താദും മറ്റുള്ളവരും എന്താ പറഞ്ഞത് ചോദിക്കും, നിങ്ങൾ കാണണം കേട്ടോ. ആമീൻ പറയടോ. എന്റെ വായിലിട്ടിട്ട് സിറാജ് ഉസ്താദേ എന്ന് പറഞ്ഞ് പ്രസംഗിക്കണ ഒരു ഉമ്മ ഉണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഒരു ആമീൻ പറയുന്നത് നിങ്ങൾക്ക് എന്താ? എനിക്കില്ലാത്ത സങ്കടം നിങ്ങൾക്ക് എന്തിനാ? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇവിടെ നമ്മളെപ്പോഴും നമ്മളെ കുറ്റം പറയുന്നവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മളെ സങ്കടപ്പെടുത്തുന്നവർ, നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. കാരണം എന്തേ? അവർ പറയുന്നത്, സിറാജ്, നീ ചെയ്യുന്ന നന്മ കൊണ്ട് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂല, എന്റെ കൂടെ നിനക്ക് തരാമെന്ന് പറഞ്ഞ് സഹായിക്കുമ്പോൾ വേണ്ടെന്ന് പറയുന്നതിനാ. തന്റെ മോളെ ഔറത്താണ്, നിന്റെ ഒരു രോമം പോലും ഔറത്താണ്, അത് മറച്ചുകൊണ്ട് പടച്ചവനെ പേടിച്ച് ജീവിക്കാൻ പറയുമ്പോ പഴച്ചനാണെന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ്, ഉസ്താദന്മാരെ ട്രോളുകയാണ്, ഉസ്താദന്മാരെ കളിയാക്കുകയാണ്. നടന്നോ പെങ്ങള്, എങ്ങനെ വേണമെങ്കിലും നടന്നോ എന്നാ അമ്മ പറയുകയാ. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇൻസ്റ്റാഗ്രാമിലൂടെ റീൽസ് എടുത്ത് നടക്കുന്ന ഉമ്മമാരെ, പെങ്ങന്മാരെ, റീൽസിന്റെ കാലമാണല്ലോ. എവിടെ നോക്കിയാലും റീൽസ് ആണ്, എവിടെ നോക്കിയാലും റീൽസ് ആണ്. ഉമ്മയുടെ റീൽസ് മകളെടുക്കുന്നു, മകളുടെ റീൽസ് ഉമ്മയെടുക്കുന്നു, പരസ്പരം ഷെയർ ചെയ്യുകയാണ്. വല്ലാത്ത കാലഘട്ടമാണ്. പ്രായം ചെന്ന ഉമ്മമാര് പോലും ട്രോളാറുണ്ടോ. ഉമ്മമാര് പോലും പടച്ചവന് 50, 40, 50, 60 വയസ്സ് കഴിഞ്ഞ ഉമ്മമാര് പോലും പടച്ചവനെ നിങ്ങൾ സന്തോഷിക്കണ്ട എന്ന് പറയുന്നില്ല, നിങ്ങൾ അടിച്ചു പൊളിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പെങ്ങളെ സന്തോഷിച്ചോ, അടിച്ചു പൊളിച്ചോ, അത് അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞ രീതിയിൽ പോരെ പെങ്ങള്. അള്ളാഹുവേ, ഉമ്മമാര് വരെ ഞങ്ങളെയൊക്കെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നത്തെ ഉമ്മമാര്, പ്രായം ചെന്ന ഉമ്മമാര് വരെ റീൽസ് എടുക്കുന്ന കാലമാണ്. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. എന്നെ ഒരുപാട് കുറ്റം പറയുന്ന ഒരു ഉമ്മ ഉണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയടോ. എന്റെ വായിലിട്ടിട്ട് സിറാജ് ഉസ്താദേ എന്ന് പറഞ്ഞ് പ്രസംഗിക്കണ ഒരു ഉമ്മ ഉണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഒരു ആമീൻ പറയുന്നത് നിങ്ങൾക്ക് എന്താ? എനിക്കില്ലാത്ത സങ്കടം നിങ്ങൾക്ക് എന്തിനാ? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇവിടെ നമ്മളെപ്പോഴും നമ്മളെ കുറ്റം പറയുന്നവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മളെ സങ്കടപ്പെടുത്തുന്നവർ, നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. കാരണം എന്തേ? അവർ പറയുന്നത്, സിറാജ്, നീ ചെയ്യുന്ന നന്മ കൊണ്ട് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂല, എന്റെ കൂടെ നിനക്ക് തരാമെന്ന് പറഞ്ഞ് സഹായിക്കുമ്പോൾ വേണ്ടെന്ന് പറയുന്നതിനാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ നടക്കാം. സിറാജ്, നിങ്ങൾക്ക് എത്ര വെള്ളം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. തൊണ്ട പൊട്ടി പിടിച്ചു പോയിട്ട് നിന്റെ തൊണ്ടയിൽ വെള്ളം കൂടെ അല്ലാതെ ഞങ്ങൾ നന്നാവൂല, ഞങ്ങൾ മാറൂല എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ നടക്കുകയാണ്. കൂടെ ആളുണ്ട്, എങ്ങനെ വേണമെങ്കിലും നടന്നോ. സഹോദരിമാരോട് പറയുകയാ, സഹോദരന്മാരോട് പറയുകയാ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എത്ര റീൽസ് വേണമെങ്കിലും എടുത്തോ പെങ്ങളെ. പക്ഷേ ഒരേ ഒരു കാര്യം നീയൊക്കെ മനസ്സിൽ എഴുതി വെക്കണം. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ, ഒരേ ഒരായത്ത് നിന്റെ ഹൃദയത്തിൽ എഴുതി വെക്കണേ. ഏതായത്തെന്നറിയോ? ഏതായത്തെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് നിങ്ങളൊക്കെ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഓർത്തു വെക്കണം പെങ്ങള്. അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ, തോന്നിവാസികളെ പോലെ ജീവിക്കുന്നവരോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ്. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോകാനാ നിങ്ങളെല്ലാം? നിങ്ങളൊക്കെ എവിടെ പോകാനാ? എവിടെ പോയാലും ഒരു ദിവസം നിങ്ങൾ വീഴുമടോ. ഉമ്മമാരെ, സഹോദരിമാരെ, ഉസ്താദന്മാരുടെ വീഡിയോ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഈമാൻ കൂട്ടാനും ചില ആളുകൾക്ക് വ്യൂസ് കൂട്ടാനുമായി മാറിയിരിക്കുകയാണ്. ഉസ്താദന്മാരെ ഫോട്ടോ വെച്ച് അവരെക്കുറിച്ച് വിമർശിക്കുന്നത് അവരോട് വൈരാഗ്യം അല്ലെങ്കിൽ വിദ്വേഷമൊന്നുമല്ല. അവർക്കിങ്ങനെ റീച്ച് കൂടണം. അപ്പോൾ ഉസ്താദന്മാരെ വിമർശിക്കുമ്പോൾ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കും എന്ന രീതിയിലാണ്. കാരണം നമ്മൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് പ്രായം കൂടുമ്പോൾ നമുക്ക് ബഹുമാനം കൂടുകയാണ് ചെയ്യേണ്ടത്. ജനങ്ങൾ നമ്മെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഒരവസ്ഥയിൽ നാം ആകരുത്. ഈ സഹോദരിയുടെ പല വീഡിയോകളും ഞാൻ കണ്ടവരാണ്. നല്ല മിടുക്കുള്ള കഴിവുള്ള സഹോദരിയാണ്. ഇത്തരത്തിലുള്ള കഴിവുകൾ ദീനിയായ കാര്യത്തിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര നല്ലതാണ്. ഉസ്താദന്മാർ ഉപദേശിക്കുമ്പോൾ അവരെ ഒരു ജ്യേഷ്ഠനെ പോലെയോ ആ രീതിയിൽ നാം കാണണം. അവർക്ക് വിമർശിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ അവർ പറയുന്നത് ഇത് സമൂഹത്തിൽ ഇങ്ങനെ വളർന്നു വന്നാൽ വലിയ ഒരു അവസ്ഥയിലാകും. കാരണം വീട്ടിൽ പ്രിയപ്പെട്ട മക്കൾക്കൊക്കെ മാതൃകയാകേണ്ട,
ചുറ്റുഭാഗത്ത് കുടുംബങ്ങൾക്കും അയൽവാസികൾക്കൊക്കെ ഒരു മാതൃകയാകേണ്ട ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു സഹോദരിമാർ. നാം ഇത്തരത്തിലുള്ള റീൽസ് അല്ലേ, ഇന്ന് ഒരു അത്ഭുതം എന്ന് പറയുന്നത്, വീട്ടിലിങ്ങനെ തുള്ളിച്ചാടുമ്പോൾ വീട്ടുകാർ പറയും പലതും. പക്ഷേ ഇന്ന് യൂട്യൂബിൽ വന്ന് തുള്ളിച്ചാടുമ്പോൾ ഒരുപാട് ലൈക്കും അതിൻ്റെ കമൻറ്റിൻ്റെ ഇടയിൽ ഒരുപാട് മാഷാ അല്ലാഹയും തബാറക്കല്ലാഹയും ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് പിന്നെയും വീണ്ടും ആവേശം കൂടുകയാണ്. അപ്പോൾ അവർ നിങ്ങൾക്കുള്ള സന്തോഷങ്ങൾ മറ്റുള്ളതെല്ലാം പരിശുദ്ധമായ ദീൻ ഒന്നും സന്തോഷിക്കാൻ പാടില്ല, എപ്പോഴും ഒരു പരുക്കനായി ഇങ്ങനെ ഇരിക്കണമെന്നല്ല. സന്തോഷങ്ങളൊക്കെ വേണം, അടിച്ചുപൊളി ജീവിതം ഇതെല്ലാം വേണം, എന്നാൽ അതൊരു പരിശുദ്ധമായ ദീൻ്റെ ആ ചിട്ടയിലായിരിക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും. ഉസ്താദന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ നന്മ ഉദ്ദേശിച്ചിട്ടാണ്. ആ പറയുന്നത് അനുസരിക്കൽ കൊണ്ട് നമുക്കാണ് ഗുണം, ഉസ്താദന്മാർക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. അതിനെ വിമർശിച്ചുകൊണ്ട് വീണ്ടും ഉസ്താദന്മാരെ അവഹേളിച്ചിടുന്നത് അത് അദബ്കേടാണ്. അങ്ങനെ എല്ലാവരും അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഉസ്താദന്മാർ പറയുന്ന വാക്കിനൊരു വിലയും ഇല്ലാതെയാകും. അതിൻ്റെ ഒരു കാരണക്കാരൻ നമ്മളാകെ ആയാൽ അത് വലിയ അപകടമാണ്. ഇത്തരത്തിലുള്ള വീഡിയോകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നാം കേൾക്കുമ്പോൾ നമുക്ക് വലിയ വിഷമമാണ്. കാരണം സഹോദരിമാർ നല്ല രീതിയിൽ 10-40 വർഷം പ്രായം എല്ലാം ആകുമ്പോഴേക്ക് നമുക്ക് മറ്റുള്ളവർക്കൊരു മാതൃകയായ നല്ലൊരു ജീവിതം, വീട്ടിൽ ഒരു ഉമ്മയെപ്പോലെ അവർക്കൊക്കെ ഒരു മാർഗനിർദ്ദേശനമായി. കാരണം ഇതുകൊണ്ട് വലിയൊന്നും നേടാനൊന്നും പറ്റൂലല്ലോ. യൂട്യൂബിൽ നിന്ന് ഒരുപാട് നേടാൻ വേണ്ടി വരുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നും വലിയ നേടാനൊന്നും പറ്റില്ല, ചെറിയവർക്ക് നേടാനല്ലാതെ. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു അത്യാവശ്യമായ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായും നേടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതല്ലാതെ ഇങ്ങനെ തുള്ളുക, ചാടുക, പിന്നെ കുറച്ചും കഴിയുമ്പോൾ ദിക്ർ ചൊല്ലുക, പിന്നെ കുറച്ചും കഴിയുമ്പോൾ പ്രസംഗിക്കുക, ഇങ്ങനെയൊക്കെ. കാരണം ഇത്തരത്തിലുള്ള സഹോദരിമാരോടൊക്കെ നാം പെരുമാറുമ്പോഴൊക്കെ കൗലൻ ലയ്യീന, അതായത് വളരെ സൗമ്യമായ രീതിയിൽ തന്നെയാണ് അവർ ഉൾക്കൊള്ളുന്നതാണ്. ഈ സഹോദരിയെക്കുറിച്ച് ഒരു ഉസ്താദ് വളരെ മനോഹരമായി ഉപദേശിച്ചിരുന്നു. അത് കേട്ട് ഞാൻ നന്നാകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഉപദേശം വളരെ മനസ്സിനെ വേദനിപ്പിക്കുന്നതുമായിക്കൂടാ. അപ്പോൾ സിറാജുദ്ദീൻ കാസിം ഉസ്താദ് വിമർശിക്കുന്നില്ല, പേരൊന്നും പറഞ്ഞിട്ട്. വ്യക്തിയെ വിമർശിക്കുന്നത് ശരിയല്ല, അവരുടെ പ്രവൃത്തിയെ വിമർശിച്ചില്ലെങ്കിൽ അത് പിന്നെ എല്ലാവരും അവഗണിച്ചു കഴിഞ്ഞാൽ അതൊരു നിസ്സാരമായി കാണും. പിന്നൊരു തിന്മ കാണുമ്പോൾ അത് വിരോധിക്കൽ ആലിമീങ്ങളുടെ ഒരു ബാധ്യതയാണ്. മൻറാ മുൻകറം ഫല്യുഗയ്യിർ ബിയദിഹി, ഒരു തിന്മ നീ കണ്ടാൽ നിൻ്റെ കൈ കൊണ്ട് നീ തടയണമെന്നാണ്. അതിന് സാധ്യമല്ലെങ്കിൽ നാവ് കൊണ്ടും, അതിനും സാധ്യമല്ലെങ്കിൽ കൽബ് കൊണ്ടെങ്കിൽ തടയണം. തിന്മയെ എതിർക്കുക, തിന്മയെ തടയുക എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള കർമ്മമാണ്. ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന് ഉത്തമ സമുദായമാണെന്നും ഉന്നത സമുദായമാണെന്ന്, നല്ലൊരു സമുദായമാണ് എന്നൊക്കെ പറയാൻ കാരണം എന്താണ്? അവർ തിന്മയെ വിരോധിക്കുന്നവർ, നന്മയെ കൽപ്പിക്കുന്നവരാണ് എന്ന ഒരു കാരണം കൊണ്ടാണ് ഉന്നതമായ സ്ഥാനം, ഉന്നതമായ മാതൃകയുള്ള കുടുംബം എന്ന് പറയുന്നത്. നമ്മിൽ തന്നെ തിന്മകൾ വന്നാലോ, വരുന്ന തിന്മകളെ അതിനെ ശരിയായ രീതിയിൽ ഒരു ജ്യേഷ്ഠനെ പോലെ ഉസ്താദന്മാർ ഉപദേശിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നതിന് പകരം അവരെ വിമർശിക്കുന്നത് ഒരിക്കലും അത് ശരിയായ രീതിയിൽ, നമുക്ക് പല രീതിയിലുണ്ട് അവരോട് ചർച്ച ചെയ്യാം, അങ്ങനെയൊക്കെ ആക്കുന്നതിന് പകരം വളരെ മോശമായ രീതിയിലൊക്കെ ഉസ്താദന്മാരെ തെരുവിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ഈ തെരുവിളിക്കുന്നത് കൊണ്ട് വേദന ഒന്നുമില്ല. ഈ തെരുവിളിക്കുമ്പോൾ സഹിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഈ വീഡിയോയിൽ വന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾ പറയുന്നത് കൊണ്ട് ഒരു വേദനയില്ല. അതുകൊണ്ട് നമുക്കാണ് വലിയ നഷ്ടം. ഉസ്താദന്മാർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരെ വിമർശിച്ചാലും വിമർശിച്ചില്ലെങ്കിലും അവർ ദീൻ വ്യക്തമായി തന്നെ അവർ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യും. നിങ്ങൾ വിമർശിച്ചത് കൊണ്ട് അവർ ഒതുങ്ങിയിരിക്കില്ല, അത് ഉറപ്പാണ്. കാരണം അവർ പഠിച്ച ശൈലി അങ്ങനെയാണ്. അവർ എന്തെങ്കിലും അതിനെക്കുറിച്ച് അവർക്ക് അവസരം കിട്ടുമ്പോൾ സന്ദർഭം അനുസരിച്ച് കാര്യങ്ങൾ അവർ വെട്ടി തുറന്നു പറയും. കാരണം ഒരാളും മുമ്പിൽ അവർ ദീൻ പണയം വെക്കില്ല. അവർക്ക് പറയേണ്ടത് വളരെ സത്യസന്ധമായത്, ആരുണ്ടെങ്കിൽ ആരെ മുഖത്ത് നോക്കിയും പറയും. കാരണം ഒരു നഷ്ടം ഒരു ലാഭം ഒന്നും സംഭവിക്കാൻ പോകും. ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാം, പരിഹസിക്കുന്നവർക്ക് പരിഹസിക്കാം, അവഗണിക്കുന്നവർക്ക് അവഗണിക്കാം, എന്തും ചെയ്ത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ ഉസ്താദന്മാർ ഇത്തരത്തിലുള്ള വിമർശിക്കുമ്പോൾ
അതിലേക്ക് വീണ്ടും വീട്ടിൽ വന്നിട്ട് പറഞ്ഞത് ശരിയാണ്, അവൾ പറഞ്ഞത് ശരിയാണ്, ഇവൾ പറഞ്ഞത് ശരിയാണ്, ഉസ്താദന്മാർക്ക് അങ്ങനെ തന്നെ പറയണം എന്ന രീതിയിലേക്ക് പറഞ്ഞ് വീണ്ടും ഉസ്താദന്മാരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത്, ഉസ്താദന്മാർക്ക് അത് വിഷമാകുന്നില്ലെന്നല്ല അതൊരു കാര്യം കണക്കിലെടുക്കുക പോലുമില്ല. അപ്പോൾ നമ്മുടെ സഹോദരിമാരൊക്കെ നമുക്ക് പ്രായം കൂടി വരുമ്പോൾ നാം നമ്മുടെ വീട്ടിൽ മറ്റുള്ളവർക്ക് മാതൃക ഉള്ള സഹോദരികളായി ബഹുമാനം കുറയുകയല്ല വേണ്ടത്, ബഹുമാനം കൂടുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സഹോദരിമാരെയും ആ സഹോദരി എല്ലാവരെയും അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലും ആക്കട്ടെ. നല്ലൊരു രീതിയിൽ നല്ലൊരു ജീവിതം നയിക്കാൻ നാം ഏവർക്കും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.